Hello friends, welcome back to my channel. അപ്പോൾ ഇന്നൊരു ചെറിയ ഡ്രിങ്ക് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. വെറും ഡ്രിങ്ക് അല്ല, ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് തന്നെയാണ്. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ബോയ്സൊക്കെ പുറത്ത് പോയി കുടിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ്. പക്ഷെ പുറത്ത് പോയാൽ ഈ ഡ്രിങ്ക് ഇപ്പോൾ കിട്ടില്ല, ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ തന്നെ വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് ആ ഡ്രിങ്ക് ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. നമുക്കൊരു ചിൽഡ് ബിയർ ഉണ്ടാക്കിയാലോ വീട്ടിൽ? ഓക്കെ, നമുക്ക് കാണാം എങ്ങനെയാണ് വീട്ടിൽ തന്നെ ബിയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ഇഞ്ചി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ നമ്മൾ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ലെമണും കൂടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പച്ചമുളകും മുറിച്ച് അതും കൂടെ കൂട്ടി ഒന്ന് ചതയ്ക്കണം. പിന്നെ നമ്മുടെ ലെമണും സ്ലൈസ് ആക്കി വെക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും നന്നായിട്ട് ഒരുമിച്ച് ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ലെമൺ ഇവിടെ സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളൊരു ബൗള് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് നമ്മൾ ഈ ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ലെമൺ നന്നായിട്ട് നീര് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നീരൊക്കെ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ആ നീര് ഓൾറെഡി ആഡ് ചെയ്ത ലെമണിനെ നമ്മൾ സ്ലൈസ് ആക്കി ചെറുതാക്കിയിട്ടുണ്ട്. അതും കൂടെ നമ്മൾ തോടും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ആ ഫ്ലേവർ കിട്ടണമെങ്കിൽ ഇതിൻ്റെ തോടും കൂടെ ഇട്ടാലേ നമുക്ക് കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ആ തോട് എല്ലാവരും കളയാതെ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഓൾറെഡി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതെല്ലാം ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുക. ഒരു 6 സ്പൂൺ ഷുഗർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു 3/4 ഗ്ലാസ് നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വാട്ടറും കൂടെ ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഇതിലേക്ക് ഈ ബൗളിലേക്ക് നമ്മൾ ആഡ് ചെയ്യാം. ഒരു 2 സ്പൂണാണ് ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിന് എടുക്കാവുന്നതാണ്. രണ്ട് സ്പൂൺ ഈസ്റ്റ് മതിയാവേണ്ടതാണ് ആക്ച്വലി. പക്ഷെ നമ്മൾ അധികം ഈസ്റ്റ് ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇനി നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്തു വെച്ച ഈസ്റ്റിലേക്ക് നമുക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇതിനെ മിക്സ് ചെയ്ത് വെക്കാം. അത് ഈസ്റ്റിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ജസ്റ്റ് അധികം ചൂടുള്ള വെള്ളം, നല്ല ചൂടുള്ള വെള്ളം എടുക്കരുത്. ചെറിയ ചൂടുള്ളൊരു വെള്ളം എടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ കുറച്ച് ഇഞ്ചി നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മൾ ഒരു പാത്രത്തിലിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തിളപ്പിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് നന്നായിട്ട് ഇതിനെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് നമ്മൾ 2 മിനിറ്റ് മാറ്റി വെച്ചിരുന്നു, ഒന്ന് ആക്ടിവേറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഈസ്റ്റും കൂടി നമ്മൾ ഓൾറെഡി ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ബൗളിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഷുഗറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഈസ്റ്റും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഒന്ന് കൂളാവണം, അതൊരു ഒന്ന് വെയിറ്റ് ചെയ്യുക.
നമ്മൾ ഇതേ ചൂടിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മൾ ഒന്ന് കുറച്ച് നേരം അതിനെ മാറ്റി വെച്ച് അത്യാവശ്യം നല്ല കൂളായതിന് ശേഷം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് എന്തായാലും കുറച്ച് നേരം ഹീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി നമ്മൾ നന്നായി തിളപ്പിച്ചെടുത്ത് അത്യാവശ്യം നല്ല കൂളായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ്ചർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. ഇത് മിക്സ് ചെയ്യാൻ ഒഴിച്ചു കൊടുക്കാൻ ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കുക, വേറെ ഒരു ബോട്ടിൽ എടുക്കരുത്. അതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ നമുക്ക് ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ഈ ഐറ്റം നമ്മൾ ഇതിലേക്ക് ഈ ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു ഫണൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം. നമ്മളൊരു ഫണൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൽ ഒഴിക്കുന്നത്. ഇതിപ്പോൾ എങ്ങനെ വരും എന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ അധികം വെള്ളം എടുത്തിട്ടില്ല. കുറച്ചൊരു ട്രയൽ വേർഷൻ ആയതുകൊണ്ടാണ് കുറച്ചേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത്, നമ്മൾ ഓൾറെഡി ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞു. വെള്ളം മുഴുവൻ നമ്മൾ ആഡ് ചെയ്ത മിക്സ്ചറിലായിട്ട് ബോട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ബാക്കി വന്ന നമ്മുടെ ഐറ്റംസ് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ബോട്ടിലിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ലെമണൊക്കെ വളരെ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴേ ബോട്ടിലിൻ്റെ അകത്തേക്ക് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ബാക്കിയുള്ളത് നമ്മൾ ഈ ബോട്ടിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നന്നായിട്ട് ഇതിനെ കുലുക്കി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു അടപ്പുകൊണ്ട് നമ്മൾ അടച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ കോർക്ക് ഉള്ളവർ കോർക്ക് കൊണ്ട് ഇത് അടച്ചിട്ട് വേണം നന്നായിട്ട് കുലുക്കി കൊടുക്കുക. അപ്പോൾ ഉള്ളിലുള്ള നമ്മുടെ ഈ ഇഞ്ചിയും എല്ലാം കൂടെ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. നമുക്ക് നന്നായിട്ട് കുലുക്കി കൊടുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ബിയർ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു എയർ ടൈറ്റ് അല്ലെങ്കിൽ ഒരു ബലൂൺ ആയിരിക്കും ഏറ്റവും നന്നാവും. എൻ്റെ ബലൂൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു എയർ ടൈറ്റ് ഒരു ഇതുകൊണ്ട് ഇത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബലൂൺ ഉള്ളവർ ബലൂൺ യൂസ് ചെയ്ത് മൂടി വെക്കുക. അപ്പോൾ ഇതിന് ഗ്യാസ് നിറഞ്ഞു വരുമ്പോൾ അതിനനുസരിച്ച് ബലൂൺ നമ്മൾ വീർത്ത് വരും. എൻ്റെ ഇപ്പോൾ ബലൂൺ ഇല്ല, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇത് 2 days ഇങ്ങനെ തന്നെ വെക്കണം, എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് നല്ലൊരു ബിയർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം നല്ല അടിപൊളി ബിയർ ആയിട്ട് കിട്ടുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കയറി ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റെ പുതിയ വ്ളോഗ്സ് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗിൽ നമുക്ക് കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.